നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. നോക്കാം തലക്കെട്ടുകൾ ആദ്യം. രാജ്ഭവനിൽ നടത്താൻ തീരുമാനിച്ച പരിസ്ഥിതി ദിന പരിപാടിയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കി സർക്കാർ. നീക്കം ഭാരതാംബയുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തണമെന്ന ഗവർണറുടെ ആവശ്യത്തെ തുടർന്ന് ഗവർണർ ഇല്ലാതെ പരിസ്ഥിതി ദിനാചരണം സെക്രട്ടേറിയറ്റിൽ നടത്താൻ കൃഷിവകുപ്പ്. നിലമ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം അഭിമുഖത്തിന് പിന്നാലെ ജില്ലാ രൂപീകരണവും ചർച്ചയാക്കി പ്രതിപക്ഷം. മലപ്പുറത്തെ ആക്ഷേപിച്ചവർക്ക് മുഖ്യമന്ത്രി സംരക്ഷണം നൽകിയെന്ന AP അനിൽകുമാർ പരാമർശം തിരുത്തുമോ എന്നും വെല്ലുവിളി. ജില്ലാ രൂപീകരിച്ചത് ലീഗിന്റെ ശ്രമഫലമെന്ന PK ഫിറോസ്. ഇടതുപക്ഷം ജില്ലാ രൂപീകരണം ഉന്നയിക്കുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനെന്ന് ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കണ്ണുകളെല്ലാം അൻവറിൽ. പത്രിക പിൻവലിച്ചേക്കുമെന്ന പ്രതീക്ഷയിൽ ഇരു മുന്നണികളും. ദുരന്തത്തിന്റെ നടുക്കം മാറാതെ ബംഗളൂരു. IPL വിജയാഹ്ലാദത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പരിക്കേറ്റ 47 പേരും അപകടനില തരണം ചെയ്തു. മരിച്ചത് 11 പേർ. മജിസ്ട്രേറിയൽ അന്വേഷണം പ്രഖ്യാപിച്ച കർണാടക സർക്കാർ. സമഗ്ര അന്വേഷണം വേണമെന്ന് BJP. സിനിമയിലെ പാർവതിമാരുടെ തർക്കം വഴിത്തിരിവിൽ. സർക്കാരിനെ കളിയാക്കിയ പാർവതി SITക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടില്ലെന്ന് മാലാ പാർവതി. ഇരകൾക്കായി വാദിച്ചവർക്കിടയിൽ ഇപ്പോൾ തമ്മിലടി. പാർവതിയുടെ മറുപടി എന്താകുമെന്ന് കാത്ത് സിനിമാ ലോകം. വിവാദങ്ങൾക്കിടെ എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി യോഗം ഇന്ന്. മാർ ജോസഫ് പാംപ്ലാനി അധ്യക്ഷത വഹിക്കും. യോഗം മേജർ ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന്. പിറവം ഓണക്കൂറിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞു വരുന്നത് ഏറെയും വ്യാജ ഫോൺ കോളുകൾ. കുട്ടിയെ കാണാതായിട്ട് ഇന്ന് 4ാം ദിവസം. ഒരു സൂചനയും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. അവസാനമായി കിട്ടിയത് യൂണിഫോം മാറി വേറെ വസ്ത്രം ധരിക്കുന്ന ദൃശ്യങ്ങൾ. അമേരിക്കയെ സുരക്ഷിതമാക്കുമെന്ന് പ്രഖ്യാപിച്ച 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. ക്യൂബ അടക്കമുള്ള 7 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഭാഗിക വിലക്ക്. ജൂൺ 9 വിലക്ക് പ്രാബല്യത്തിൽ വരും. ഇന്ന് അറഫ സംഗമം. 18 ലക്ഷത്തോളം തീർത്ഥാടകർ അറഫയിൽ. ജംറയിൽ കല്ലേറ് നാളെ. കേരളത്തിൽ ബലിപ്പെരുന്നാൾ മറ്റന്നാൾ. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിച്ച പരിപാടിയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കി വേദിയും മാറ്റി സർക്കാർ. സംസ്ഥാന കൃഷി വകുപ്പിന്റെ പരിപാടിയാണ് ഗവർണർ ഇല്ലാതെ നടത്താൻ തീരുമാനിച്ചത്. ചടങ്ങിൽ RSS ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന ചിത്രവും പുഷ്പാർച്ചനയും വേണമെന്ന് ഗവർണർ നിർബന്ധം പിടിച്ചിരുന്നു. ഇതോടെയാണ് പരിപാടി ഗവർണറുടെ സാന്നിധ്യമില്ലാതെ സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയത്. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, വലിയ വിവാദങ്ങളിലേക്കാണോ ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുപോലും തോന്നിപ്പിക്കുന്ന തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഗവർണറെ തന്നെ ഒരു പരിപാടിയിൽ നിന്ന് സർക്കാർ ഔദ്യോഗികമായി ഒഴിവാക്കുന്ന നടപടി. വിശദാംശങ്ങൾ. 11 മണിക്ക് രാജ്ഭവനിലാണ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചിരുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മുഖ്യാതിഥിയാക്കി രാജ്ഭവനിൽ വൃക്ഷത്തൈ നടുക തുടങ്ങിയ പരിപാടികളായിരുന്നു കൃഷി വകുപ്പ് ആഗ്രഹിച്ചത്. അതിന്റെ ഭാഗമായി ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. അപ്പോഴാണ് രാജ്ഭവനിൽ ഒരു അറിയിപ്പ് വന്നത്. ഈ പരിപാടി രാജ്ഭവനിലെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ RSS ഓഫീസുകൾ ഉപയോഗിക്കുന്നതിന് സമാനമായ ഭാരതാംബയുടെ ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണം. അത് രാജ്ഭവനിലെ പരിപാടികൾക്ക് ഈ സ്ഥിരമാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അതൊരു മസ്റ്റാക്കാൻ പോകുന്നു എന്ന നിർബന്ധമാക്കാൻ പോകുന്നു എന്നൊരു നിർദ്ദേശം മന്ത്രിയുടെ ഓഫീസിന് ലഭിക്കുകയായിരുന്നു. അത് പരിഗണിച്ചാണ്, അത് വിലയിരുത്തിയാണ് മന്ത്രി P പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ചത്. അങ്ങനെ RSS ഓഫീസിൽ ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുക കേരളത്തിൽ പതിവുള്ളതല്ല. അത് കേരളത്തിലെ രീതിയുമല്ല. സർക്കാർ പരിപാടികളിൽ പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ കഴിയില്ല.
അതുകൊണ്ട് ഈ പരിപാടിയിൽ നിന്ന് പരിപാടി ഒഴിവാക്കുന്നു എന്ന് രാജ്ഭവനെ അറിയിക്കുകയായിരുന്നു മന്ത്രി പി പ്രസാദും അദ്ദേഹത്തിന്റെ ഓഫീസും. അല്പസമയത്തിന് ഔദ്യോഗികമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ രാജ്ഭവനിലേക്ക് പോകും. ഈ ഒഴിവാക്കിയിടുന്ന സാഹചര്യം എന്തെന്ന് ഗവർണറോട് രാജ്ഭവനോട് കൃഷി വകുപ്പ് വിശദീകരിക്കും. മന്ത്രി പി പ്രസാദ് വിശദീകരിക്കും. ഇന്നലെയും രാജ്ഭവനിൽ തെലങ്കാന ദിനാഘോഷം നടന്നിരുന്നു. അതിലും ഈ ഗവർണർ ഈ സൂചിപ്പിച്ച പോലുള്ള RSS ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. അതിന് സമാനമായി എല്ലാ പരിപാടികളിലും വേണമെന്ന നിർദ്ദേശമാണ് രാജ്ഭവൻ മന്ത്രി പി പ്രസാദിനോട് ഉന്നയിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്ഭവൻ വിശദീകരണം കൂടി ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. രാജ്ഭവന്റെ പരിപാടികളിൽ സാധാരണ ഗവർണർമാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ദേശീയഗാനം ആലപിക്കാറുണ്ട്. അത് ചടങ്ങിന്റെ തുടക്കത്തിലും അവസാനത്തിലും ദേശീയഗാനമാണ് ആലപിക്കാറുള്ളത്. അതിനും വിപരീതമായി ഇത്തരമൊരു പുഷ്പാർച്ചന, അതും RSS ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാണാറുള്ള ഭാരതാംബയുടെ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുക എന്നൊരു പതിവ് രാജ്ഭവനിലേക്ക് വരികയാണോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് മന്ത്രി പി പ്രസാദിന്റെ ഓഫീസിനോട് വ്യക്തമായി തന്നെ അക്കാര്യം രാജ്ഭവൻ കേന്ദ്രങ്ങൾ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് പി പ്രസാദ് വ്യക്തമാക്കിയത്. ഓഫീസ് വ്യക്തമാക്കുന്നത് ഏതാനും അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും. ഈ പരിപാടി രാജ്ഭവൻ നടത്താവുന്ന പരിപാടി പിന്നീട് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സെക്രട്ടറി നിർമ്മാണ ഹാളിൽ ഈ പരിസ്ഥിതി ആചരണം നടക്കും. അതിനുശേഷം സെക്രട്ടേറിയറ്റിൽ ഒരുപക്ഷെ വൃക്ഷത്തൈ നടുകയും ചെയ്യും മന്ത്രി പി പ്രസാദ്. ഒരു പുതിയ തലത്തിലേക്ക് സർക്കാർ ഗവർണർ പോര് നീങ്ങുമോ എന്ന സൂചനകൾ വരുന്ന വിഷയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. പക്ഷേ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്ന ശേഷം എല്ലാ കാര്യങ്ങളിലും രാജ്ഭവനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും യോജിച്ച് മുന്നോട്ട് പോകുന്നു എന്നൊരു തോന്നലുണ്ടാക്കിയിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും അത് തള്ളുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. രാജ്ഭവൻ ഇത്തരത്തിൽ വാശി പിടിച്ചാൽ രാജ്ഭവൻ നടക്കുന്ന പരിപാടികൾക്കാണോ അല്ലെങ്കിൽ ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികൾക്കും ഇത് വേണമോ എന്ന സംശയം ഏതായാലും ഉയർന്നു വരുന്നുണ്ട്. അതിന് വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഒരു പുതിയ പോർതലം തുറക്കുന്ന വിഷയമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. അതെ, പുതിയൊരു പോർമുഖത്തിലേക്കാണോ കാര്യങ്ങൾ തുറക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അരുൺ, ഇതിപ്പോൾ സർക്കാർ പരിപാടി രാജ്ഭവനിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയ കാര്യം രാജ്ഭവൻ അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ രാജ്ഭവനിൽ നിന്ന്? രാജ്ഭവനിൽ പ്രതികരണം വന്നിട്ട് ഈ വാർത്ത ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ പക്ഷേ കേരള സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ബന്ധത്തിൽ വീണ്ടും ഉലച്ചിലുണ്ടാകാൻ തക്ക ഇടയുള്ള ഒരു വിഷയമാണ്. ഇതെങ്ങനെ ശരി അരുൺ, ഞാൻ അരുണിലേക്ക് മടങ്ങി എത്താം. ശ്രീ RV ബാബു, ഹിന്ദു ഐക്യവേദി പ്രതിനിധി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, ഇതിപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടത് സർക്കാർ തലത്തിൽ നോക്കുമ്പോൾ സർക്കാർ പരിപാടിയുമായി ബന്ധപ്പെട്ട ചടങ്ങായി ഒരു സംഘടനയുടെ ചടങ്ങുകളെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സർക്കാർ ഈ പരിപാടി ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് മാറ്റി സെക്രട്ടേറിയറ്റിലേക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിഷയത്തെ ഹിന്ദു ഐക്യവേദി? രാജ്ഭവനിൽ ഈ പരിസ്ഥിതി ദിന ആഘോഷ പരിപാടി നടത്താൻ തീരുമാനിച്ചപ്പോൾ അവിടെ ആ പരിപാടിക്ക് എന്തെല്ലാം വേണം, ഏതു തരത്തിലായിരിക്കണം പരിസ്ഥിതി ദിനാഘോഷം എന്നതിനെ സംബന്ധിച്ച് അവരൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ രാജ്ഭവൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഡയറക്ഷൻ അനുസരിച്ചിട്ട് പരിസ്ഥിതി ദിനമാണ്, ഭൂമി മാതാവാണ് എന്ന സങ്കല്പത്തിലാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. ഭൂമിയോട് മാതൃഭാവത്തോടെ, ഈശ്വരീയ ഭാവത്തോടെ, ആത്മീയ ഭാവത്തോടെ പെരുമാറുക എന്നുള്ളതാണ്. അപ്പോ അതനുസരിച്ച് ഈ ഭൂമാതാവിനെ, അത് നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ ഭാരതമാണ്, ഭാരതമാതാവിന്റെ ചിത്രം വെക്കുക, അതിനെ പൂജിക്കുക എന്ന് പറയുമ്പോൾ അത് രാജ്യസ്നേഹത്തോടൊപ്പം തന്നെ ഭൂമി മാതാവാണെന്നുള്ള സങ്കല്പത്തിൽ കൂടി അതിനെ കാണാനും പൊതുസമൂഹത്തിനുള്ളിൽ ആ ഒരു വിചാരം സൃഷ്ടിക്കാനും ഉതകുന്ന തരത്തിലുള്ള ഒരു സന്ദേശം കൊടുക്കണം എന്നാണ് രാജ്ഭവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ സങ്കല്പം ഇപ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാകണമെന്നില്ലല്ലോ. അപ്പോൾ സർക്കാർ തലത്തിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും സംഘടനയുടെയോ പാർട്ടിയുടെയോ ഒരു വിഭാഗത്തിന്റെയോ ചിഹ്നത്തെ നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയില്ലല്ലോ. ഭാരതമാത എന്നുള്ളത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം മുതൽ വിളിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള ഒരു കാര്യമല്ലേ. ഭാരത് മാതാ കി ജയ് എന്നുള്ളത് RSSകാരുണ്ടാക്കിയ ഒരു മുദ്രാവാക്യമല്ല, സംഘപരിവാറിന്റെ ഒരു മുദ്രാവാക്യമല്ല. ആരാണ് ഭാരത് മാത, ഏതാണ് ഭാരത് മാത, എന്താണ് ഭാരത് മാത? അപ്പൊ ആ ഭാരത് മാതാവിന് നമ്മൾ കൽപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് സംഘപരിവാറിന്റെ ചിത്രമോ സംഘപരിവാറിന്റെ സങ്കല്പത്തിലുള്ളതാണോ? അങ്ങനെയാണോ? അത്തരത്തിലാണല്ലോ ഉപയോഗിച്ചു വരുന്നത് രാജ്യത്ത്. അത് നിർഭാഗ്യവശാൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ
അപ്പീസ്മെന്റ് പൊളിറ്റിക്സിന്റെ, അതായത് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ട് ഒരു വിഭാഗം ആളുകൾക്ക് ഇഷ്ടമല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ ദേശീയമായ മാനബിന്ദുക്കളോട് കാണിച്ച ആ അവഗണനയും അസഹിഷ്ണുതയുമാണ് അതിന്റെ കാരണം. ശരിക്കും ദേശീയ മാനബിന്ദുക്കളോട് വിട്ടുവീഴ്ച കാണിക്കുകയാണ് ചെയ്തത്. അത് വന്ദേമാതരത്തോടായാലും അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ഭാരത് മാത. ഇപ്പോ വന്ദേമാതരം മുഴക്കുന്നത് തന്നെ എന്തോ ഒരു വലിയ അപരാധമായിട്ടാണല്ലോ കാണുന്നത്. വന്ദേമാതരം നമ്മുടെ രാഷ്ട്രഗീതമാണ്. പക്ഷെ ആ വന്ദേമാതരം പറയാൻ പാടില്ല. ഭാരത് മാതാ കി ജയ് എന്നുള്ള വിളിച്ചാൽ അതിനെ വിലക്കുന്ന സന്ദർഭം പോലും ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടു. അത്തരം വീഡിയോകൾ കണ്ടു. ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യം പോലും വിലക്കുന്നു. അപ്പോ എന്തുകൊണ്ടാണത്? അത് ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുള്ളത്. ഇപ്പൊ നമ്മുടെ ദേശീയ താല്പര്യങ്ങളോട് സന്ധി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ദേശീയ താല്പര്യങ്ങളെ ബലികഴിക്കുകയാണ്. അതിനോട് കൂട്ടുനിൽക്കണമോ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ? പക്ഷെ അങ്ങനെയല്ലല്ലോ. ഒരു വൈവിധ്യം നിറഞ്ഞ സമൂഹത്തിൽ വിവിധ തലങ്ങളിൽ മേഖലകളിലുള്ള ആളുകൾ ഉള്ളപ്പോൾ ഒരു വിഭാഗം മാത്രം അനുശാസിച്ചു പോകുന്ന ചില രീതികൾ, അത് ഒരു പബ്ലിക് സ്പിയറിലേക്ക് വരുമ്പോൾ അത് ഏറ്റെടുക്കണമെന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന് എതിരല്ലേ? അത്തരത്തിൽ നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കൃഷി വകുപ്പിനോട് ഗവർണർ ശാഠ്യം പിടിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ ഒരു പുഷ്പാർച്ചന അവിടെ നടത്തണം എന്നുള്ളത്. പക്ഷെ അതൊരു സർക്കാർ പരിപാടിയിൽ അത് യോജിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? വൈവിധ്യങ്ങൾക്ക് എതിരാണോ രാഷ്ട്രസങ്കല്പം? മഹാത്മാഗാന്ധിജി വിളിച്ച മുദ്രാവാക്യാണത്. മഹാത്മാഗാന്ധിജി വൈവിധ്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരാളാണോ? സ്വാതന്ത്ര്യ സമരത്തിലെ ധീര ദേശാഭിമാനികൾ ഭഗത് സിംഗ് ആകട്ടെ, രാജ്ഗുരു ആകട്ടെ, സുഖദേവ് ആകട്ടെ, അതേപോലുള്ള ധീര ദേശാഭിമാനികൾ വിളിച്ച മുദ്രാവാക്യാണത്. അവരെല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മുദ്രാവാക്യമായിട്ടാണോ അതിനെ വിളിച്ചത്? ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെ മുദ്രാവാക്യമായിട്ടാണ്? എന്ന് മുതലാണ് ഇതിങ്ങനെ ആയത്? നമ്മൾ അതിനെയല്ലേ തിരുത്തേണ്ടത്. ഇത് തെറ്റാണ് എന്ന് പറയേണ്ടത് അവിടെയാണ്. മറിച്ച് ഇത് വൈവിധ്യം, ഞങ്ങളുടെ മതവിശ്വാസത്തിന് എതിരാണ് എന്നുള്ളത് കൊണ്ട് രാഷ്ട്രസങ്കല്പത്തെ ബലികഴിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചല്ലേ നിയമം ഇവിടെ പറ്റൂ, ഞങ്ങളുടെ മതവിശ്വാസത്തിന് മേലെയുള്ള ഭരണഘടന ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നതിനെ അനുകൂലിക്കുന്നത് പോലെയല്ലേ ഇത്? ഞങ്ങളുടെ മതവിശ്വാസത്തിന് അനുസൃതമായിട്ടുള്ള നിയമം മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ, ഞങ്ങളുടെ മതവിശ്വാസത്തിന് മേലെയുള്ള ഭരണഘടന ഒരു മതചിഹ്നങ്ങളും വേണ്ട, അത്തരത്തിലുള്ള ഒരു ചിഹ്നങ്ങളും വിശ്വാസങ്ങളും ഉയർത്തി കാണിക്കേണ്ടതില്ല ഒരു സർക്കാർ പരിപാടിയിൽ എന്നത് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാണ് മതചിഹ്നമാകുന്നത്? ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന്. നമ്മുടെ സാംസ്കാരിക മഹർഷി അരവിന്ദൻ ഭാരത് മാതാ യോഗിനിയും ഭാരതത്തിന്റെ ചിത്രം വരച്ചിരുന്നു. നമ്മുടെ എന്താണ് രാഷ്ട്രഗീതത്തിന്റെ വരികൾ? എന്താണ് ഒന്ന് പറയാമോ? വന്ദേമാതരത്തിന്റെ വരികൾ എന്താണ്? ത്വം ഹി ദുർഗാ ദശപ്രഹരണധാരിണി കമലാ കമലദള വിഹാരിണി വാണി വിദ്യാദായിനി. ഇതെല്ലാം ആ രാഷ്ട്രഗീതം നമ്മൾ രാഷ്ട്രഗീതമായിട്ട് അംഗീകരിച്ച വന്ദേമാതരത്തിലുള്ളതല്ലേ? അതെല്ലാം ഒരു മതത്തിന്റെ ഭാഗമായിട്ടാണോ നമ്മളന്ന് ചൊല്ലിയത്? ശരി, ആർ വി ബാബു ദയവായി ഒന്ന് തുടരുക. CPM പ്രതിനിധി ശ്രീ കെ അനിൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, അത് ഭാരതത്തെ ഒന്നായി, രാജ്യത്തെ ഒന്നായി പ്രതിനിധീകരിക്കുന്ന തരത്തിലാണ് ഭാരതാംബയുടെ ചിത്രം അവിടെ വെക്കണമെന്ന് പറഞ്ഞതും പുഷ്പാർച്ചന നടത്തണം എന്ന് പറഞ്ഞതും. അത്തരത്തിൽ നോക്കുമ്പോൾ അത് ഒഴിവാക്കുന്നത് ശരിയായ രീതിയല്ല, സർക്കാരിന്റെ ഭാഗത്താണ് തെറ്റ് പറ്റിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പ്രതിനിധി പറഞ്ഞിട്ടുള്ളത്. ശ്രീ ആർ വി ബാബു ചൂണ്ടിക്കാട്ടിയ വന്ദേമാതരം നിരോധിക്കപ്പെട്ട ചരിത്രവും ഇന്ത്യയിലുണ്ട്. വന്ദേമാതരത്തിന്റെ വരികൾ മുസ്ലിം വിരോധമായി വന്ന സ്റ്റാൻസുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് വന്ദേമാതരം എന്ന നോവൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ ബ്രിട്ടീഷുകാർ അക്കാലഘട്ടത്തിൽ നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് വർഗീയ സംഘർഷമുണ്ടാക്കിയ നോവലാണ് ആനന്ദമഠം എന്ന നോവലിൽ ഈ വന്ദേമാതരത്തിന്റെ വരികൾ ഉൾപ്പെടുത്തിയത്. അതിൽ മുസ്ലിം വിദ്വേഷത്തിന്റെ ഭാഗമായ അടിത്തറകൾ രൂപപ്പെട്ടിരുന്നു. RSS ജനിക്കുന്നതിനും അരനൂറ്റാണ്ട് മുമ്പ് ഇന്ത്യയിൽ രൂപപ്പെട്ടിരുന്ന മുസ്ലിം വിരുദ്ധതയുടെ തുടർപ്രവാഹത്തിലാണ് ആനന്ദമഠം നോവലിലേക്ക് ഈ പറയുന്ന വന്ദേമാതരത്തിന്റെ സ്റ്റാൻസുകൾ ഉൾപ്പെടുത്തപ്പെട്ടത്. അതിൽ ഇന്ത്യ മുഴുവൻ ഉൾപ്പെടുന്നുണ്ടോ? ഞാൻ വന്ദേമാതരം എന്ന കവിതയ്ക്കെതിരായിട്ടല്ല പറയുക. വന്ദേമാതരം കേട്ടാൽ ഇന്ത്യ മുഴുവൻ ഉൾപ്പെടുന്നുണ്ടോ? ഇന്നത്തെ ദ്രാവിഡം എന്ന് പറഞ്ഞാൽ മലയാളം അതിലുണ്ടോ? കേരളം അതിലുണ്ടോ? അപ്പൊ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് അന്ന് കണ്ടതിനപ്പുറം വളർന്ന് വികസിച്ചിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു വിശ്വലോകവും വിശ്വമലയാളവും വിശ്വഭാരതവും ഉണ്ട്. അതാണ് ടാഗോർ പറഞ്ഞത്. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ എന്ന പേരിൽ നിന്ന് അടർത്തി മാറ്റി ഭാരതമെന്ന ഒരു സാംസ്കാരിക ദേശീയത എന്ന RSS അജണ്ടയിലേക്ക് ചുരുക്കിക്കെട്ടാൻ രാജ്ഭവൻ ഒരു വേദിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ 6 ഏക്കർ അതിവിടെ ചെലവാകില്ല എന്ന് പറയാൻ ഒരു സർക്കാരിന് തന്റെ ഇടമുണ്ടായി.
ആ തന്റെ ഇടത്തിന്റെ കൊടിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് വർഗീയവാദികൾക്ക് ജീവിക്കാനുള്ള പരിസ്ഥിതി ഇവിടെ ഇല്ല. ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ പ്രത്യേകത വർഗീയവാദികൾക്ക് അതിജീവിക്കാനുള്ള പരിസ്ഥിതി കേരളത്തിൽ ഉണ്ടാവില്ല. ശ്രീ കെ അനിൽകുമാർ, ഭാരതാംബയെ ഒരു സംഘടനയുടെ ചിഹ്നമായി മുഖമുദ്രയായി കാണേണ്ടതില്ല എന്നതാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞ സംഘടനയുടെ അർത്ഥം എന്താണ്? ഹിന്ദു എന്ന് പറഞ്ഞ ഐക്യമുള്ളൊരു കാര്യമല്ല. ഞങ്ങൾ ഐക്യം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട് ഹിന്ദുവിന് ഐക്യം ഉണ്ടായില്ല? ഐക്യമില്ല എന്ന് മാത്രമല്ല, ഹിന്ദു എന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ പരസ്പരം ഈ സമൂഹത്തിനകത്ത് ജാതി ചിന്ത ഉണ്ടാക്കിയത്, മതചിന്ത ഉണ്ടാക്കിയത്. ഞങ്ങൾ ഒന്നാകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ, പിന്നോക്ക ജാതിക്കാരെ തുല്യരായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം ഒരു രാഷ്ട്രീയ ഐക്യമാകാം. അതാണ് ഹിന്ദു ഐക്യവേദി. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി പറയുന്നൊന്നും വേദവാക്യമല്ല. ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ നിരാകരിക്കാൻ നിങ്ങൾ ഭാരതമെന്ന ഒരു സമ്മർദ്ദത്തെ ഉപയോഗിക്കുന്നു. അത് ബോധപൂർവ്വം ഉപയോഗിക്കുമ്പോൾ അത് വഞ്ചനാപരമായ വർഗീയ ഉള്ളടക്കമുണ്ട്. അതുകൊണ്ട് പരിസ്ഥിതി ദിനത്തിൽ ഞങ്ങൾ പറയുന്നത് ഇവിടെ ഈ കേരളത്തിനകത്ത് വർഗീയത വളർത്താനുള്ള പരിസ്ഥിതി ഉണ്ടാക്കാൻ അനുവദിക്കില്ല. അതിന് ഏതെങ്കിലും തരത്തിൽ രാസത്വരകമായി മാറാൻ രാജ്ഭവനെ അനുവദിക്കില്ല എന്ന ആർലേക്കർക്ക് മുഖമടച്ച മറുപടിയാണ് കേരള സർക്കാർ നൽകിയിരിക്കുന്നത്. ശ്രീ അനിൽകുമാർ, ദയവായി തുടരുക. ആർ വി ബാബു, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ശ്രീ അനിൽകുമാർ പറഞ്ഞ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചുവെങ്കിൽ പ്രതികരണമാകാം. അല്ല, അനിൽകുമാർ ആനന്ദമഠം ഒരു വർഗീയ പുസ്തകമാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. ഏത് ആനന്ദമഠം ഉദ്ധരിച്ചുകൊണ്ടാണോ, ഏത് ആനന്ദമഠം മുന്നിൽ വെച്ചുകൊണ്ടാണോ ബംഗാൾ വിഭജനത്തിനെതിരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സംയുക്തമായി ഒരുമിച്ച് നിന്ന് സമരം ചെയ്തത്, ആ ആനന്ദമഠം ഇപ്പോ അനിൽകുമാറിന് അത് വർഗീയ പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പരിഹാസ്യമായ കാര്യം എന്താണെന്ന് അറിയോ? അതിനകത്ത് കേരളമുണ്ടോ മലയാളം ഉണ്ടോ എന്നാണ്. ജനഗണമനയിൽ കേരളമുണ്ടോ? അതിനകത്ത് കേരളമുണ്ടോ? ജനഗണമനയിൽ കേരളമുണ്ടോ? ഇല്ലല്ലോ. ഇത് മുഴുവൻ ഭാരതത്തെയും ഉൾക്കൊള്ളുന്നു. ഭാരതത്തെ ആത്മീയ ഭാവത്തിൽ കാണുന്ന മഹാത്മാഗാന്ധിജി അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തതും പിന്തുണച്ചതുമായിട്ടുള്ള രാഷ്ട്രഗീതം എന്ന സങ്കല്പത്തെയാണ് ഇപ്പോൾ അനിൽകുമാർ ഇല്ലാതെ. അതിന്റെ ഒരു വിഭാഗം ആളുകൾക്ക് ഈ ദുർഗയാണ്, ദശപ്രകരണ ധാരിണിയാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് വന്ദേമാതരത്തിന്റെ 4 വരി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴും വന്ദേമാതരം സ്വീകരിക്കപ്പെട്ട ഒരു ഗാനമാണ്. പക്ഷെ അതിന്റെ ഒരുപാട് ഭാഗം വർഗീയ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിക്കളഞ്ഞു. ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ഇവിടെ കേരളത്തിൽ ഹിന്ദു ഐക്യവേദി ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കളിലെ ജാതി അല്ലെങ്കിൽ മതചിന്ത എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞു. ഹിന്ദുക്കളിലെ ജാതി വ്യവസ്ഥയുണ്ട്. അതിനെ ആ ജാതി വ്യവസ്ഥയ്ക്ക് അതീതമായിട്ട് ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിക്കാനാണ് ഹിന്ദു ഐക്യവേദി പരിശ്രമിക്കുന്നത്. ആ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനം നടക്കുമ്പോഴാണ് ജാതി പറഞ്ഞ് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ CPM നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതിക്ക് അതീതമായി ജാതി ചിന്തിക്കാതിരിക്കാനാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്. പക്ഷെ ജാതി ചിന്തിപ്പിച്ചുകൊണ്ട് സവർണ അവർണ വിഭജനം സൃഷ്ടിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലവും ശ്രമിച്ചിട്ടുള്ളത്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ തകർക്കാൻ ഹിന്ദു സമൂഹത്തെ തകർക്കണം. ഈ രാജ്യത്തെ തുടക്കം മുതൽ തന്നെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ ഈ രാജ്യത്തിനെതിരായി നിലകൊണ്ട ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, മഹാത്മാഗാന്ധിജി ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടെ മാത്രമാണ് നിങ്ങളുടെ ദേശസ്നേഹം തെളിയിക്കണം എന്നാവശ്യപ്പെട്ടത്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടാണ്. നിങ്ങളുടെ ദേശസ്നേഹം, നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുക്കുന്നവരാണ്. നിങ്ങൾ പിരിക്കുന്ന പണം ബ്രിട്ടീഷ് അനുകൂലമായിട്ട് ചെലവഴിക്കുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കണം എന്ന് PC ജോഷിക്ക് കത്തെഴുതിയത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആവശ്യപ്പെട്ടത് മഹാത്മാഗാന്ധിജിയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തു എന്ന് ആരോപിച്ച് കത്തെഴുതിയത് മഹാത്മാഗാന്ധിജിയാണ്. RSSകാർക്ക് അദ്ദേഹം കത്തെഴുതിയിട്ടില്ല. അദ്ദേഹം സംഘപരിവാർ സംഘടനയ്ക്ക് കത്തെഴുതിയിട്ടില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആവശ്യപ്പെട്ടു നിങ്ങളുടെ സ്വാതന്ത്ര്യ ദിനം. അപ്പോ ആ നിലപാടാണ് ഇപ്പോഴും പാർട്ടിക്കുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ ഇപ്പോഴത്തെ ഈ പഹൽഗാം ഇഷ്യൂവിൽ പോലും പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണല്ലോ MA ബേബി അടക്കം സ്വീകരിച്ചത്. അവിടെ പഹൽഗാമിലെ ആക്രമണത്തെ പോലും ന്യായീകരിക്കുന്ന, അവിടെ 307 വകുപ്പ് റദ്ദാക്കിയതാണ് ഈ പ്രശ്നത്തിന്റെ മുഴുവൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണല്ലോ. പാകിസ്ഥാന്റെ അഭിപ്രായമാണത്. 307 വകുപ്പ് റദ്ദാക്കിയത് കാശ്മീരിലെ മുസ്ലിങ്ങളെ ബാധിച്ചു എന്ന് പറഞ്ഞത് പാകിസ്ഥാന്റെ അഭിപ്രായമാണ്. എന്നാൽ ഇപ്പോ കോൺഗ്രസിന്റെ നേതാവ് സൽമാൻ ഖുർഷിദ് അടക്കം വിദേശത്ത് പോയിട്ട് പറഞ്ഞതെന്താ? 307 വകുപ്പ് റദ്ദാക്കിയത് കൊണ്ട് കാശ്മീർ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമാണെന്ന് തെളിയിക്കപ്പെട്ടു എന്നാണ്. അപ്പോ
ഈ മുസ്ലിം സമൂഹത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സ്പർദ്ധ വളർത്താൻ അത് CAA പ്രക്ഷോഭകാലത്ത് നമ്മൾ കണ്ടു. ശ്രീ അനിൽകുമാർ, രാഷ്ട്രീയമായ വിമർശനം കൂടിയാണ്, മറുപടി ഉണ്ടോ? ശ്രീ കെ അനിൽകുമാറിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. വളരെ നന്ദി RV ബാബു, ഒപ്പം കെ അനിൽകുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും വലിയ വിവാദങ്ങളിലേക്കാണോ ഈ വിഷയം വഴി തുറക്കുന്നത് എന്നതുകൂടിയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാം, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്ത് സർക്കാർ ഗവർണർ തലത്തിൽ ഉണ്ടായിരുന്ന പോര് സമാനതകളില്ലാത്തതായിരുന്നു. മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പോരടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ വലിയ ഒരുപാട് വിവാദങ്ങൾക്ക് സാക്ഷിയായതാണ്. അതിനുശേഷം വിശ്വനാഥ ആർലേക്കർ വന്നതിന് ശേഷം പക്ഷേ ഗവർണറും സർക്കാരും തമ്മിൽ വളരെ സമവായത്തിൽ എല്ലാ വിഷയത്തിലും ഒരു സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഇതുവരെ കണ്ടത്. പക്ഷേ ഇതിപ്പോൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രം അവിടെ ആ ചടങ്ങിൽ വെക്കണം, അതോടൊപ്പം പുഷ്പാർച്ചന നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് വളരെ കാർക്കശ്യത്തോടുകൂടി വന്നപ്പോൾ അത് പറ്റില്ല എന്നാണ് കൃഷി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്ഭവനിൽ നടത്തേണ്ടിയിരുന്ന പരിപാടി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഔദ്യോഗികമായി ആ കാര്യം കൃഷി വകുപ്പ് എന്തായാലും ഉടൻ തന്നെ രാജ്ഭവനെ അറിയിക്കും. അപ്പോൾ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ എന്ത് മറുപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നിലമ്പൂരിലേക്കാണ്. അൻവർ മത്സരിക്കുമോ മാറുമോ? PV അൻവർ അവസാന നിമിഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്ന ആകാംക്ഷയിലാണ് നിലമ്പൂരും രാഷ്ട്രീയ കേരളവും. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച PV അൻവർ പ്രചാരണ രംഗത്ത് സജീവമാകാത്തതും സസ്പെൻസ് വർദ്ധിപ്പിക്കുന്നു. മരിച്ചാലും പിൻവലിക്കില്ലെന്നാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ പറഞ്ഞത് പലതും മാറ്റി പറഞ്ഞ അൻവർ ഇതിൽ ഉറച്ചു നിൽക്കുമോ മാറുമോ എന്നതും പ്രധാനമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സരചിത്രം ഇന്ന് തെളിയും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി വൈകിട്ട് 3-ന് അവസാനിക്കും. വിവരങ്ങളുമായി CV അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ, അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്കോ ഒരു സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഒരു അനുമാനത്തിലേക്കോ ഒന്നും നമുക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്താണ് നമുക്ക് അൻവർ ക്യാമ്പിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന? ആര്യ, അൻവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുവരേക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കില്ല എന്നൊരു സൂചനയാണ് അൻവറിൻ്റെ ക്യാമ്പിൽ നടക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, UDF നേതാക്കൾ തന്നോട് സംസാരിക്കുന്നുണ്ട്, തന്നോട് ചർച്ച ചെയ്യുന്നുണ്ടെന്ന കാര്യം അൻവർ ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അൻവറെ അനുനയിപ്പിക്കാൻ ഉള്ള രഹസ്യ ചർച്ചകൾ, നീക്കങ്ങൾ ഇപ്പോഴും സജീവമായിട്ട് തന്നെ തുടരുന്നുണ്ട്. ആ ഒരു ചർച്ചകളുടെ അവസാനം ക്ലൈമാക്സ് എന്താകുമെന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഇനി കാത്തിരിക്കുന്നത്. അദ്ദേഹം ഇതുവരെ പ്രചരണത്തിൽ സജീവമായിട്ട് ഇറങ്ങാത്തത്, അതായത് പരസ്യ പ്രചരണത്തിൽ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ചെറിയ ചെറിയ കൺവെൻഷനുകളും പ്രവർത്തക സംഗമങ്ങളും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ. അതിനപ്പുറം ജനങ്ങളിലേക്ക് വോട്ട് ചോദിച്ച് അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഒരുപക്ഷെ അത്തരത്തിൽ പ്രചരണത്തിൽ സജീവമാകാതെ, നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിലും പ്രചരണത്തിൽ സജീവമാകാതെ ഒരു മരവിപ്പിച്ച അവസ്ഥയിൽ അദ്ദേഹം ഈ ഒരു സാഹചര്യത്തെ കാണുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും അൻവറിൻ്റെ കാര്യത്തിൽ 3 മണിയോടെ നമുക്കൊരു വ്യക്തമായ ധാരണയുണ്ടാകും. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാതെ എന്നാൽ പ്രചരണത്തിൽ സജീവമാകാതെ ആയിരിക്കുമോ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് അറിയേണ്ടത്. ഇതുവരേക്കും അദ്ദേഹത്തിൻ്റെ വൃത്തങ്ങളിൽ നിന്നും അദ്ദേഹവുമായി അടുത്ത ആളുകളിൽ നിന്നൊക്കെ ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുമെന്ന തരത്തിൽ തന്നെയാണ് ലഭ്യമാകുന്ന വിവരം ഉള്ളത്. ഉച്ചയൊക്കെ 3 മണിക്കാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം, അല്ലെങ്കിൽ അവസാന മണിക്കൂർ. അതിനുള്ളിൽ അദ്ദേഹം ഏത് തീരുമാനത്തിലെത്തുമെന്നുള്ളതാണ് അറിയേണ്ടത്. രാവിലെ ഇതുവരെ അദ്ദേഹത്തെ എവിടെയാണെന്ന് നമുക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുമാണ് അറിയാനാകുന്നത്. എന്താണെങ്കിലും അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലെ ട്വിസ്റ്റ്, അല്ലെങ്കിൽ അതിലൊരു സസ്പെൻസ് ഇന്ന് 3 മണിയോടെ അവസാനിക്കുമെന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. അനുമോദ, അണിയറയിൽ എന്താണ് കോപ്പ് കൂട്ടുന്നത് എന്നത് നമുക്കറിയില്ല. അതിലാണ് ആകാംക്ഷ മുഴുവൻ ഒളിഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ UDF-മായി ചർച്ച നടക്കുന്നുണ്ട് എന്ന അൻവർ മാത്രമാണോ പറയുന്നത്, അതോ UDF ക്യാമ്പ് അത്തരത്തിലുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ടോ? ചർച്ചകളെല്ലാം അവസാനിപ്പിച്ചു എന്ന തരത്തിലാണ് നേരത്തെയൊക്കെ പ്രതികരണങ്ങൾ വന്നത്. പക്ഷേ ഇപ്പോഴും അന്തർധാരയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് സമ്മതിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അൻവർ ഇപ്പോഴും പത്രിക പിൻവലിക്കാനൊരു സാഹചര്യം ഉണ്ട് എന്നുള്ള പ്രതീക്ഷ അത് UDF-ന് മാത്രമല്ല ഇടത് ക്യാമ്പിനും ഉണ്ടല്ലോ, അല്ലേ?
തീർച്ചയായിട്ടും. പക്ഷേ ഈ ചർച്ചകൾ നടക്കുന്നതൊന്നും പരസ്യമായിട്ട് ആരും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് VS ജോയ് അത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും മറ്റ് നേതാക്കളൊന്നും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നടത്തില്ല. ഇന്നലെ K സുധാകരൻ പോലും ഇനി അൻവറുമായിട്ട് ഒരു ധാരണയ്ക്കില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണവും വന്നിട്ടുള്ളത്. പക്ഷേ ചർച്ചകൾ നടക്കുന്നുണ്ട്, അതൊരു വസ്തുത തന്നെയാണ്. അൻവറിനെ അനുനയിപ്പിച്ച് ഈ തരത്തിൽ UDF-ന്റെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രമം UDF-ന്റെ ഭാഗത്ത് നടക്കുന്നതാണ്. അൻവറും ആ ശ്രമങ്ങളോടൊക്കെ അനുകൂലമായിട്ട് തന്നെയാണ് അൻവർ പ്രതികരിക്കുന്നത്. കാരണം അൻവറെ സംബന്ധിച്ച് ഈ UDF-ന്റെ വഴിയല്ലാതെ മറ്റൊരു വഴി മുമ്പിൽ ശേഷിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പരമാവധി സമ്മർദ്ദം ഉയർത്തുക തന്നെയാണ് അൻവറും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചവരേക്കും ഇത്തരത്തിലുള്ള പല സമവായങ്ങൾക്കും ചർച്ചകൾക്കും സാധ്യതയുണ്ടെന്നിരിക്കെ UDF അത് ഉപയോഗിക്കുന്നുണ്ട്. അൻവർ അത്തരം ചർച്ചകൾക്ക് നിന്നു കൊടുക്കുന്നുമുണ്ട്. പക്ഷേ അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും അൻവർ പരസ്യപ്രചാരണം സജീവമാക്കാത്തത് ഇത്തരം നീക്കുപോക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. അതുകൊണ്ട് തന്നെ അൻവർ പത്രിക പിൻവലിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്ന് വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇനി പിൻവലിച്ചില്ലെങ്കിൽ പോലും അൻവർ ഒരു പക്ഷേ തൻ്റെ സ്ഥാനാർത്ഥി ആയിട്ടുള്ള തൻ്റെ പ്രചാരണം സജീവമാക്കാതെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. തീർച്ചയായും CV അൻമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി നിലമ്പൂരിന്റെ മത്സര ചിത്രം അത് പൂർണ്ണമായും തെളിയും. അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു ട്വിസ്റ്റ് കൂടി ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം നിലമ്പൂരിൽ ചർച്ചയാകുമെന്ന് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. 100 പേജിൽ തികയാത്ത പരാതികൾ സർക്കാരിനെതിരെ ഉണ്ട്. ജില്ലയെ ആക്ഷേപിച്ചു പറയുകയും അതിന് കൂട്ടുനിൽക്കുന്നവർക്ക് സംരക്ഷണം നൽകുകയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും പരാമർശം മാറ്റിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്നും AP അനിൽകുമാർ ന്യൂസ് 18നോട് ചോദിച്ചു. നിലമ്പൂരിൽ UDF-ന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ശ്രീ AP അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണം ആദ്യഘട്ടത്തിൽ എങ്ങനെ പുരോഗമിക്കുന്നു? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒന്നാം ഘട്ടം അത് ഏറ്റവും നല്ല രീതിയിൽ നിയോജകമണ്ഡലം തല കൺവെൻഷൻ, പഞ്ചായത്ത് തല കൺവെൻഷൻ, അതിനുശേഷം ബൂത്ത് തല കമ്മിറ്റി ഫോർമേഷൻ, സ്ക്വാഡ് വർക്ക്, അതായത് ഗൃഹസന്ദർശന പരിപാടിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ എല്ലാ വീടുകളിലും UDF-ന്റെ പ്രവർത്തകരെത്തി സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന നൽകി. അതോടൊപ്പം സ്ഥാനാർത്ഥി പര്യടനം 3-ാം തീയതി ആരംഭിച്ചു. ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത രീതിയിലുള്ള ആവേശവും മുന്നൊരുക്കവും നടത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 വിഷയങ്ങളാണ് UDF പ്രചരണത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്ന്, മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിലുള്ള അഭിമുഖം. 2, ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് KC വേണുഗോപാലിൻ്റെ അഭിപ്രായം. ഇത് രണ്ടും മറ്റു വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഉയർത്തുന്നതാണ് LDF പറയുന്നത്. എങ്ങനെ കാണുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ. വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാലും 100 പേജ് എഴുതിയാൽ തീരാത്ത അത്ര പരാതികൾ ഈ ഗവൺമെന്റിനെ കുറിച്ചുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ലയായ മലപ്പുറം ജില്ലയെക്കുറിച്ച് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി. അതാണല്ലോ നമ്മുടെ ഒരു സ്ഥിതി. ആ മുഖ്യമന്ത്രി തന്നെ ഒരു ജില്ലയെക്കുറിച്ച് ആക്ഷേപിച്ച് പറയുക, അങ്ങനെ ആക്ഷേപിക്കുന്നവർക്ക് സംരക്ഷണം നൽകുക, ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് CPM-നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. മാസങ്ങൾക്ക് മുമ്പ് അത് ചർച്ചയാവുകയും അതിൽ CPM വിശദീകരണം കൊടുക്കുകയൊക്കെ ചെയ്ത വിഷയമല്ലേ, വീണ്ടും എന്തുകൊണ്ട് അത് ഉയർത്തിക്കൊണ്ടുവരുന്നു? അല്ല, ഇപ്പോഴും അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ അദ്ദേഹം പറയുന്നു, മറ്റുള്ള രീതിയിൽ പറയുന്ന ഇത്തരം കാര്യങ്ങൾ പറയുന്നവർക്ക് അദ്ദേഹം സംരക്ഷണം കൊടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അന്നെടുത്ത നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. മാറ്റി പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയി. ഇനിയും വരുന്നുണ്ട്. അദ്ദേഹത്തിന് മാറ്റമുണ്ടെങ്കിൽ അദ്ദേഹം വരുമ്പോൾ പറയട്ടെ, ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയുടെ സമീപനത്തിൽ മാറ്റമുണ്ട് എന്ന് അദ്ദേഹം പറയട്ടെ. അപ്പോൾ നമുക്ക് ആലോചിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സോഷ്യൽ മീഡിയ വഴിയാണ് പ്രചാരണം മുഴുവൻ നടക്കുന്നത്. പലപ്പോഴും ആരുടെ ഷൗക്കത്തിൻ്റെയും ആരുടെ മുഹമ്മദിൻ്റെയൊക്കെ പഴയ പരാമർശങ്ങൾ, അതുപോലെ കഴിഞ്ഞ UDF-ന്റെ കൺവെൻഷൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ VV പ്രകാശമാണ്, അതൊക്കെ വല്ലാതെ പ്രചരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനൊക്കെ പ്രതിരോധിക്കുക? തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളത്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ. അവരനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടാനുള്ള ഒരു നടപടിയായിരിക്കും അവരുടെ ഈ വോട്ട്. അത് ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വോട്ടായിരിക്കും. അതായിരിക്കും 23-ാം തീയതി നമുക്ക് റിസൾട്ട് വരുമ്പോൾ കാണാൻ കഴിയുക. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ഈ മലപ്പുറത്തിൻ്റെ അഭിമുഖത്തിൻ്റെ പരാമർശം അത് പണ്ട് അൻവർ ഉന്നയിച്ചതാണ് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അത് UDF ഏറ്റെടുത്തെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റെടുത്ത് സന്തോഷം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഉന്നയിച്ച കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ UDF-ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞങ്ങൾ കുറേ കാലങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളോട് സഹകരിച്ചും അതിനെ എതിർത്തും
സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ഉത്തരം നൽകാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. എത്ര ഭൂരിപക്ഷമാണ് ഇപ്പോൾ UDF പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ? ഞാൻ പറഞ്ഞതിൽ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ശ്രീ ആര്യടൻ ഷൗക്കത്തിന് ഈ തെരഞ്ഞെടുപ്പ് ലഭിക്കുക, UDFന് ലഭിക്കുക. മലപ്പുറം അഭിമുഖം രാഷ്ട്രീയ വിഷയമായി തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഉയർത്തുമെന്നും മുഖ്യമന്ത്രി തിരുത്തും വരെ അത് ചർച്ച ചെയ്യുമെന്നും AP അനിൽകുമാർ പറയുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യിക്കാൻ UDF ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണെന്ന് വ്യക്തമാണ്. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വർത്തമാനകാലത്തെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നവരാണ് ഇടതുപക്ഷമെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ടാണ് ചരിത്രത്തിലെ പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. മലപ്പുറം രൂപീകരണ വിവാദത്തിലാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. വർത്തമാനകാലത്തെ ഭയക്കുന്നവരാണ് ഭൂതകാലത്തേക്കും ഭാവിയിലേക്കും പോകുന്നത്. വർത്തമാനകാലത്തെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അവരുടെ പ്രഖ്യാപനങ്ങൾ, അവരുടെ നയങ്ങൾ, പരിപാടികൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ ഭയപ്പെടുമ്പോൾ സ്വാഭാവികമായും ഭൂതകാലത്തെ ചില കാര്യങ്ങൾ, കഥകൾ സൃഷ്ടിക്കാനും ഭാവിയെക്കുറിച്ച് പ്രത്യാശ പ്രകടിപ്പിക്കാനും ഒക്കെ തുടങ്ങുന്നത് എപ്പോഴും അങ്ങനെയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാലത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടാതെ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയുള്ള ചില ചർച്ചകൾ ബോധപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി, അതിനൊന്നും മറുപടി പറഞ്ഞ് സമയം കളയാനല്ല. അതുതന്നെയാണല്ലോ ഇടതുപക്ഷം BJPയെക്കുറിച്ച് പറയുന്നത്. ജനപ്രാതിനിധ്യ നിയമം നഗ്നമായി ലംഘിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നടന്നതെന്ന് M സ്വരാജ്. മതത്തെയും വിശ്വാസങ്ങളെയും നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴച്ചു. പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് കോടതിയിൽ പോയതെന്നും M സ്വരാജ് പറഞ്ഞു. പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് പോയത്, അല്ലാതെ എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം ഞാൻ നടപ്പാക്കിയതല്ല. പാർട്ടിയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുത്തത്. എടുക്കാൻ കാരണം ജനപ്രാതിനിധ്യ നിയമം നഗ്നമായി ലംഘിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ഞാനതിനെക്കുറിച്ചൊന്നും ആരോടും അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. എത്ര വലിയ തെളിവുകൾ അതിൻ്റെ മുൻപാകെയുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ജനാധിപത്യത്തെ ഇത്രമേൽ ദുർബലപ്പെടുത്തുന്ന, മതത്തെയും വിശ്വാസങ്ങളെയും നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വലിച്ചിഴച്ച ഒരു സംഭവം, അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും അത് നമ്മൾ നിസ്സംഗമായി നോക്കി നിൽക്കാൻ പാടില്ലാത്തതാണെന്നും പാർട്ടി കാണുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി കോടതിയെ സമീപിച്ചു. ചില വിഭാഗക്കാരെ മാത്രം പരിഗണിച്ചുള്ള നയങ്ങൾക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. മലപ്പുറം രൂപീകരണ വിഷയവും പെൻഷൻ തർക്കവും ഒക്കെ ഇടതും വലതും ഉന്നയിക്കുന്നത് യഥാർത്ഥ വികസന പ്രശ്നങ്ങളിൽ ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിലൂടെ കുറച്ച് പിന്നിലായി പോയി പ്രചാരണത്തിൽ എന്നാണല്ലോ പൊതുവെ വിലയിരുത്തൽ. എങ്ങനെയാണ് ആ സാഹചര്യത്തെ കാണുന്നത്? ഇല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയിട്ടൊന്നുമില്ല. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും നോമിനേഷൻ കൊടുത്തതും. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഇന്ന് പ്രചരണ രംഗത്ത് നിലമ്പൂരിൽ ദേശീയ ജനാധിപത്യ സഖ്യം 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇനി നാളെയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നത്. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ, NDAയുടെ പ്രവർത്തനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും, പ്രവർത്തനം കൂടുതൽ ത്വരിതഗതിയിലെത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ മുന്നേറ്റം, വിജയമാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം NDA നേടാൻ വേണ്ടി പോകുന്നത്. UDF മുഖ്യമായും പ്രചാരണ വിഷയം എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി മാസങ്ങൾക്ക് മുമ്പ് ഹിന്ദുവിൽ എഴുതിയ ഒരു കൊടുത്ത അഭിമുഖമാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത്, അവിടുത്തെ പണം ദേശവിരുദ്ധ പ്രവർത്തനം ഉപയോഗിക്കുന്നു എന്നുള്ള പരാമർശങ്ങളൊക്കെ അടങ്ങിയ അത് മുഖ്യമന്ത്രി നിഷേധിച്ചതുമാണ്. എങ്ങനെയാണ് ആ ഒരു പ്രചാരണത്തെ കാണുന്നത്? അല്ല, ഞങ്ങൾ ഈ മലപ്പുറത്ത് മാത്രമല്ല, വികസന രംഗത്ത് കേരളം തന്നെ പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അതിൽ മലപ്പുറവും പെടും, നിലമ്പൂരും പെടും. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പാർട്ടിക്കും പിണറായി വിജയൻ്റെ സർക്കാരിനും പങ്കുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ നേതൃത്വ സർക്കാരിനും പങ്കുണ്ട്. അവിടെ കേരളം പാടെ ഇവരുടെ 65 കൊല്ലക്കാലത്തെ ദുർഭരണത്തിൽ കേരളം ആകെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പുതിയ വികസിത കേരളം വേണം, ഒരു പുതിയ വികസിത നിലമ്പൂരുണ്ടാകണം. അതിൻ്റെ വ്യക്തമായ സന്ദേശം
നൽകുന്നതായിരിക്കും നിലമ്പൂരിലെ ജനവിധി. അത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മാതൃകയാകും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ധ്രുവീകരണത്തിന്, എൻഡിഎക്ക് അനുകൂലമായ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്നതായിരിക്കും നിലമ്പൂരിലെ ജനവിധി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഇപ്പോഴും അന്ന് നിങ്ങൾ ബി.ജെ.പിയുടെ അഭിപ്രായം അത് ശരിയാണെന്നുള്ളതായിരുന്നു. അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ചർച്ച ചെയ്യപ്പോൾ അതൊക്കെ ഇവർക്ക് രണ്ടു പേർക്കും സത്യത്തിൽ ഇതുപോലുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇവരുടെ ശൂന്യമായ അവനാഴിയുമായിട്ടാണ് LDF UDF തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഇവർക്ക് വികസനത്തെക്കുറിച്ച് പറയാനില്ല. ഇപ്പോൾ ഇവർ പറയേണ്ടത് എന്തുകൊണ്ടാണ് ഈ നിലമ്പൂരിൽ അല്ല മലപ്പുറം ജില്ലക്ക് വലിയ വികസന കുതിപ്പേകുന്ന ഈ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത എന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത്? എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി യോഗത്തിനിടെ ബിഷപ്പ് ഹൌസിന് പുറത്ത് വൈദികരുമായി വാക്കേറ്റം. അച്ചടക്ക നടപടി നേരിടുന്ന വൈദികരെ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ. ഡാനി പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആര്യ, ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് വൈദിക സമിതി യോഗം അടക്കം ചേരുകയാണ്. ഇപ്പോൾ ഒരു വിഭാഗം വിശ്വാസികൾ, അവരെ കൂട്ടായ്മയുടെ പേര് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ആണ്. ഔദ്യോഗിക വിഭാഗത്തെ പിന്തുണയ്ക്കുന്നവർ ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, വിമത വൈദികർ, അതായത് അവരെ ഈ ഔദ്യോഗിക നേതൃത്വത്തെ പിന്തുണയ്ക്കാത്തവർ ഇവരേക്ക് പ്രവേശിപ്പിക്കില്ല എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വൈദികരെ തടയുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ റോഡിൽ പോലീസ് ഇതിൽ ഇടപെടുന്നുണ്ട്. പോലീസ് വഴി തടയാൻ കഴിയില്ല എന്ന് അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവർ ഇവിടേക്ക് വന്നുകൊണ്ട് ഈ വൈദികരടക്കം ഇവിടേക്ക് ഏതാണ്ട് 430-ലധികം വൈദികർ ഇവിടേക്ക് ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുന്ന വൈദികരിൽ അച്ചടക്ക നടപടി നേരിട്ടവരെ ഇതിൽ പ്രവേശിപ്പിക്കില്ല എന്നതാണ് ഇവരുടെ നിലപാട്. അപ്പോൾ അങ്ങനെയുള്ള വൈദികരെ കണ്ടെത്തുകയും അത് അവരെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. എന്നാൽ അതേസമയം തന്നെ പോലീസ് ഇതിൽ ഇടപെടുന്നുണ്ട്. ആരെയും തടയാൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ഏതായാലും അത്തരം ഒരു നടപടികളിലേക്ക്, ഒരു സംഘർഷ സാധ്യതകളുള്ള ഒരു നടപടികളിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നതാണ്. നേരത്തെയും ബസിലിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും അത് സമാനമായ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. ഇവിടേക്ക് വൈദികർ അച്ചടക്ക നടപടി നേരിടുന്ന ഒരു വൈദികരെയും ഇവിടേക്ക് കടത്തിവിടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. എന്നാൽ അത് പോലീസ് ഇടപെടുന്നുണ്ട്. അകത്തേക്ക് കയറാനായിട്ട് അനുവദിക്കണം എന്ന് പറയുന്നു. ഇന്ന് കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക യോഗമാണ് ഇത് നടക്കുന്നത്. ഏതായാലും ഇവിടെ ഈ സ്ഥലം ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന് നിസ്സംശയം പറയാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പോലീസ് ഇവിടെ ഇടപെടുന്നുണ്ട്. പോലീസ് വൈദികരകത്തേക്ക് പ്രവേശിപ്പിക്കണം എന്ന് പറയുന്നു. എന്നാൽ അച്ചടക്ക നടപടി നേരിടുന്ന ഒരു വൈദികരെയും തങ്ങൾ ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് വൺ ചർച്ച വൺ കുർബാന മൂവ്മെന്റ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. തീർത്തും സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അകത്ത് വൈദിക സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട്. അത് മേജർ ആർച്ച് ബിഷപ്പും അതോടൊപ്പം തന്നെ അപ്പോസ്റ്റലേറ്റിക് ആർച്ച് ബിഷപ്പുമായ ജോസഫ് പാംപ്ലാനിയുടെയും മേജർ ആർച്ച് ബിഷപ്പുമാർ റാഫേൽ തട്ടിന്റെയും അധ്യക്ഷതയിലാണ് നടക്കുന്നത്. ഇന്ന് കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്നാൽ അതിൽ അച്ചടക്ക നടപടി നേരിടുന്ന ഒരു വൈദികരെയും ഇതിനകത്തേക്ക് പങ്കെടുക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അത് ഇവിടെ തടയുകയും ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ഇവിടേക്ക് ആ രീതിയിലേക്ക് ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ പോലീസ് ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിൽ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുകയാണ്. ഏതായാലും ഒരു സംഘർഷ സാധ്യത തന്നെയാണ് ഇപ്പോൾ എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയ്ക്ക് മുന്നിലും അതോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിലും ഇപ്പോഴുള്ളത്. സമരക്കാരും പ്രതിഷേധിക്കുന്നവരും പോലീസും തമ്മിലുള്ള ഒരു വാക്കേറ്റമാണ് ഇപ്പോൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ കുറേ സമയമായി ഇവർ പറയുന്നു ഇതിനകത്തേക്ക് അച്ചടക്ക നടപടി നേരിടുന്ന ഒരു വൈദികനെയും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറയുന്നു. ഇപ്പോൾ
വൈദികർ പലരായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണിക്കാണ് ഇതിൽ യോഗം നടക്കുന്നത്. ഇതിലേക്ക് ഓരോ വൈദികരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കടുത്ത പ്രതിഷേധമാണ് ഇവർക്ക് ഇവിടെയുള്ളത്. പല കാരണങ്ങൾ കൊണ്ട് കുർബാന ഏകീകരണം നടപ്പാക്കാൻ കഴിയാതെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുർബാന ഏകീകരണം നടപ്പാക്കാൻ കഴിയാതെ പോകുകയാണ്. ഒരു ഭാഗം പേർ ജനാഭിമാന കുർബാനയെ പിന്തുണയ്ക്കുന്നു, മറുഭാഗം പിന്തുണയ്ക്കുന്നത് ഏകീകരിച്ച കുർബാനയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള തർക്കം ഇതുവരെയും തീർന്നിട്ടില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സംഘർഷാവസ്ഥ കഴിഞ്ഞ കുറെ നേരമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. വൈദികരെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാട്, അതായത് അച്ചടക്ക നടപടി നേരിടുന്ന ആളുകളെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറയുന്നു. പക്ഷെ പോലീസ് പറയുന്നത് യാതൊരു രീതിയിലുമുള്ള ഒരു തടച്ചിലോ പ്രകോപനമോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പോലീസ് പറഞ്ഞിരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. എന്താണ് നിങ്ങൾ ഈ രീതിയിലേക്ക് വൈദികരെ തടയുന്നത് എന്തുകൊണ്ടാണ്? അനുവാദമില്ലാതെ, അതായത് സഭ വിലക്കുള്ളവരാണ് അവരെ നമ്മൾ ഒരു കാരണവശാലും ഈ വൈദിക സമിതിയോ അതുപോലെ തന്നെ ഫൊറോന വികാരിമാരും സസ്പെൻഷനുള്ളവരാണ്. അവരെ ഒരു കാരണവശാലും നമ്മളിവിടെ കയറ്റാൻ സമ്മതിക്കത്തില്ല. തടയാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെയുള്ളവരെ ഒരു കാരണവശാലും കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും, തീർച്ചയായിട്ടും. ഏതായാലും കടുത്ത ഒരു പ്രതിഷേധം അത് തുടരുക തന്നെയാണ്. യാതൊരു കാരണവശാലും ഇതിനകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കില്ല, വൈദികരെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. വൈദിക സമിതി ഇന്ന് ചേരുന്നു. ഈ വൈദിക സമിതിക്ക് കാനൂനിക നിയമപ്രകാരം ഒരു സാധുതയും ഇല്ലാത്തതാണെന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തിടുക്കത്തിൽ ഈ ഒരു രീതിയിലുള്ള ഒരു സമിതി ചേരുന്നു എന്നതാണ് അവർ ചോദിക്കുന്നത്. യാതൊരു അംഗീകാരവുമില്ലാത്ത ഒരു സമിതി യോഗവും അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് ഇതിനകത്തേക്ക് കയറാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഇവിടെ ഒരു സംഘർഷ സാധ്യത തന്നെയാണ്. വളരെ ഈ സംഘർഷ സാഹചര്യവും ഈ പ്രതിഷേധവും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് അല്ലേ ഡാനി? ഒരു സംശയവും വേണ്ട, അത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. യാതൊരു രീതിയിലും ഇത് ഒരു സമരസപ്പെട്ടു പോകാത്തൊരു സാഹചര്യത്തിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. ഏതായാലും ഇതിനകത്ത് ഉപരോധവും കാര്യങ്ങളും എല്ലാം തന്നെ പോകുന്നു. കുറച്ച് വൈദികർ ഇവിടേക്ക് എത്തിയിരുന്നു. എന്നാൽ അവരോട് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് ഇവിടെയുള്ള സസ്പെൻഷനിലുള്ള വൈദികരാണ്. ഇവർ നടപടി നേരിടുന്നവരാണ്, സഭയുടെ നടപടി നേരിടുന്നവരാണ്. അവരെന്തുകൊണ്ട് ഇവിടേക്ക് വരുന്നു, ഇവരെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനകത്തേക്ക് കയറിയവരെ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട് ഈ രീതിയിലേക്ക് പോകുന്നത്? ഞങ്ങളുടെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് അച്ഛന്മാർ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല. ഞങ്ങളെ ധിക്കരിച്ച് പിതാക്കന്മാരെ ഈ തെമ്മാടി കൂട്ടങ്ങളെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുകയാണ്. ഒരു കാരണവശാലും സസ്പെൻഡ് ചെയ്യപ്പെട്ട അച്ഛന്മാരെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല. കാനൂനികമായിട്ട് ഈ മീറ്റിംഗ് തന്നെ തെറ്റാണ്. അത് ചെറുക്കാൻ വേണ്ടി തന്നെയാണ് വിശ്വാസികൾ ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ കയറാൻ അനുവദിക്കില്ല. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നു. അതിനകത്ത് ഇപ്പോൾ വൈദികരടക്കം ഒരു ഭാഗം വൈദികർ അതിനകത്തേക്ക് ചെന്നിരിക്കുന്നു. ഈ വൈദികരാണ് ഇപ്പോൾ ഇവിടെയുള്ളതിനകത്തേക്ക് ഇവരെ പ്രവേശിപ്പിക്കില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇവർ നിലകൊള്ളുകയും ചെയ്യുന്നത്. കാരണം ഇത് അച്ചടക്ക നടപടി നേരിട്ട വൈദികർ, അവരൊരു കാരണവശാലും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഒരു നിലപാടിൽ ഉറച്ചു തന്നെ അവർ നിലകൊള്ളുകയും ചെയ്യുന്നു. ഏതായാലും തീർത്തും സംഘർഷ സാഹചര്യം തന്നെയാണ് ഇതിനകത്ത് നിലകൊള്ളുന്നത്. ഇതിനകത്തപ്പോൾ പോലീസ് വീണ്ടും ഇതിനകത്തേക്ക് പോലീസ് കയറിയിരിക്കുന്നു. ബസിലിക്ക പള്ളിയങ്കണത്തിലേക്ക് പോലീസ് ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറാൻ പാടില്ല, മറ്റു വന്ന വൈദികർ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് അത് പറഞ്ഞിരിക്കുന്നു. ഈ രീതിയിൽ വാക്കേറ്റവും ബഹളവുമായിട്ട് ഇവിടെ മുഖരിതമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് കയറിയ വൈദികർക്ക് ബിഷപ്പ് ഹൗസിനകത്തേക്ക് ഒരു കാരണവശാലും അതിനകത്തേക്ക്
പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ പുറത്ത് വാതിലുകൾ അടച്ചിട്ടുണ്ട്. അതേ പോലീസും ഇവിടേക്ക് കൂടുതലായിട്ട് എത്തിയിരിക്കുകയാണ്. നടപടി നേരിട്ട വൈദികരെ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല, ആ രീതിയിൽ തന്നെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 25ഓളം വൈദികർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരൊരു കാരണവശാലും നിങ്ങൾ വൈദികരെ നടപടിയുള്ള വൈദികരെ കയറ്റില്ല. ഇത് നടപടിയുള്ള ഒരു വൈദികരെയും ഒരു കാരണവശാലും ഇത് വൈദിക സമിതിയിൽ പങ്കെടുപ്പിക്കില്ല. യഥാർത്ഥത്തിൽ ഈ വൈദിക സമിതി നിലനിൽക്കുന്നതല്ല. കാരണം മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുപോലെ, സഭ തീരുമാനിച്ചതുപോലെ കുർബാന അർപ്പിക്കാത്ത ഒരു വ്യക്തികളും വൈദികരല്ല. വൈദികരല്ലാത്ത ആളുകളെ വെച്ച് എങ്ങനെ വൈദിക സമിതി ഉണ്ടാക്കും? ഒരു കാരണവശാലും ഗേറ്റ് അപ്പുറത്തേക്ക് ഒരു വൈദികരെ കടത്തിവിടാൻ പാടില്ലാത്ത ഇത് മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനി പിതാവും ആവശ്യപ്പെട്ടതുപോലെ മാത്രമാണ് മറ്റു വൈദികരെ താൽക്കാലികമായി കടത്തിവിടാൻ തയ്യാറാവുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അട്ടിമറികളാണ്. കാരണം ഇവിടെ ഭൗതികതയ്ക്ക് വേണ്ടി എറണാകുളത്തെ പള്ളികൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഒരുപറ്റം വൈദികരല്ലാത്ത, സഭയെ അനുസരിക്കാത്ത, ധിക്കരിച്ച് മാർപ്പാപ്പയെ പോലും ധിക്കരിച്ച് നടക്കുന്ന വൈദികര് അവർ ഇനിയും തുടരുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വിശ്വാസികൾ അംഗീകരിക്കില്ല. ഏതറ്റം വരെ പോയാലും ഇത് നടക്കില്ല, നടത്തിക്കില്ല. പോലീസിന്റെ പ്രതിഷേധക്കാരെ നീക്കുന്നു, ആ ഒരു രീതിയിലേക്ക്. അല്ല, പോലീസ് പ്രതിഷേധക്കാരെ നീക്കിയിട്ടില്ല. പോലീസ് ആകെപ്പാടെ ചെയ്തത് ഇവിടെ വളരെ ഡീസന്റ്, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ്. ഞങ്ങളുടെ ആവശ്യം സഭയിൽ നീതി നടപ്പിലാക്കണം. അനീതിപരമായ ഒരു കാര്യങ്ങളും അംഗീകരിക്കില്ല. പ്രതിഷേധം തുടരും. ശക്തമായ പ്രതിഷേധം ബസിലിക്കയിൽ തുടരുകയാണ്. പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്, പോലീസ് നിയന്ത്രിക്കാൻ എത്തിയിട്ടുണ്ട്. ഏതായാലും പ്രതിഷേധം തുടരുന്നു. നടപടി നേരിട്ട വൈദികരെ ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ്. അതേടാനി, ആ ഉറച്ച നിലപാടിൽ വലിയ പ്രതിഷേധം സ്വരം ഉയർത്തിക്കൊണ്ട് അവർ അവിടെ തന്നെ തുടരുകയാണ്. ഗേറ്റ് കടന്ന് പലരും ഉള്ളിലേക്കും കൂടി എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിനോടകം ഈ സസ്പെൻഷനിലായിട്ടുള്ള വൈദികർ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരവിടേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലേ? തീർച്ചയായും ഇപ്പോൾ വന്നിരിക്കുന്ന വൈദികരിൽ നടപടി നേരിട്ടവരുണ്ട്. അവർക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം വരുന്നത്. ഇപ്പോൾ നടപടി നേരിട്ട വൈദികരുടെ ഒരു ലിസ്റ്റ് ഇവിടെ കൈമാറിയിട്ടുണ്ട്. അവരെ ഒരു കാരണവശാലും തങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല. കുറച്ച് വൈദികർ, നടപടി നേരിട്ട കുറച്ച് വൈദികർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാതൊരു രീതിയിലും തങ്ങൾ അത് അനുവദിക്കില്ല എന്ന് പറയുന്നു. സ്ത്രീകളടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. എന്താണ്? അതായത് ഞങ്ങള് സിറോ മലബാർ സഭയുടെ കൂടെ നിൽക്കുന്ന പരിശുദ്ധ പിതാവിന്റെ വാക്കുകളെ അംഗീകരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ്. അപ്പൊ ഇന്ന് ഇവിടെ വൈദിക സമിതി കൂടുമെന്ന് പാമ്പ്ലാനി പിതാവ് പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങളുടെ ആവശ്യം, അതിൽ പല വൈദികരും നിയമ നടപടികൾ ഇപ്പൊ നേരിടുന്നവരാണ്. കാരണം അവർ സഭയ്ക്കെതിരെയും വിശ്വാസത്തിനെതിരെയും പ്രവർത്തിച്ചതുകൊണ്ടാണ് അവർക്കെതിരെ നടപടി വന്നിരിക്കുന്നത്. ആ വൈദികരെ വെച്ചിട്ട് സഭയുടെ കാര്യങ്ങൾ എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും ഈ വൈദിക സമിതി കൂടാനായിട്ട് അനുവദിക്കില്ല എന്ന് തന്നെയാണ്. ഈ രീതിയിൽ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന വിശ്വാസികൾ ഓരോരുത്തരും പറയുന്നത്. യാതൊരു കാരണവശാലും ഈ നടപടി നേരിടുന്ന വൈദികരെ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് പങ്കെടുപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ തുടരുന്നു. ബസിലിക്ക പള്ളി അങ്കണം ഇതിനു മുൻപും പല രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കെല്ലാം തന്നെ വേദിയായിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇക്കുറിയും അത് വന്നിരിക്കുന്നത്. പ്രതിഷേധത്തിൽ സ്ത്രീകളും അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ യാതൊരു രീതിയിലുമുള്ള വിട്ടുവീഴ്ചയിലേക്കും അവരില്ല എന്ന് പറയുന്നത്. സമരം തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണോ? തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ വിമോചന സമരമാണ്. ഈ വൈദിക അപ്രമാദിത്യത്തിനെതിരെയുള്ള ഞങ്ങളുടെ വിമോചന സമരമാണ്. ഈ സഭ മുഴുവൻ നശിപ്പിച്ചത് ഈ വൈദിക അപ്രമാദിത്യമാണ്. ഈ രീതിയിലേക്ക് വൈദികർ, നടപടി നേരിടുന്ന വൈദികർ, അവർക്കെതിരെ കർശനമായ നിലപാടാണ് ഇപ്പോൾ ഈ ഒരു ഭാഗം വിശ്വാസികൾ എടുത്തിരിക്കുന്നത്. യാതൊരു കാരണവശാലും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. വൈദികരെ പലരെയും തന്നെ ഇവിടെ തടയുന്ന രീതിയിലേക്ക്, ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ വന്നിരിക്കുകയാണ്. ഇത് പോലീസിനോട് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ നടപടി നേരിടുന്ന വൈദികരെ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിൽ അവർ വന്നിരിക്കുന്നു. ഇപ്പോൾ ബസിലിക്ക പള്ളി അങ്കണത്തിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടേക്ക് വരുന്ന കൂക്കുവിളികളോടെ ഈ വൈദികരെ എതിരേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൂകി വിളിച്ചുകൊണ്ടാണ് ഈ വൈദികരെ പലരും തന്നെ എതിരേൽക്കുക.
കൊടുക്കുകയും എല്ലാം തന്നെ ചെയ്യുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. എത്രത്തോളം എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ ഈ ചേരിതിരിവ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വ്യക്തമായിരിക്കുന്നു. യാതൊരു കാരണവശാലും നടപടികൾ നേരിടുന്നവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് വിശ്വാസികൾ വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് ഇത്തരം കടുത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വന്നിരുന്നില്ല. ഇപ്പോൾ ആ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. തീർത്തും സംഘർഷഭരിതമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ വൈദിക സമിതി യോഗത്തിന് മുന്നിലുള്ളത്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി യോഗം നടക്കാനിരിക്കെയാണ് ഈ ബിഷപ്പ് ഹൌസിന് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നത്. ഏകീകൃത കുർബാന നടപ്പാക്കണം എന്ന് അനുകൂലിക്കുന്ന വിഭാഗം വിശ്വാസികളാണ് അവിടെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നത്. വിമത നീക്കത്തെ തുടർന്ന് സസ്പെൻഷനിലായിട്ടുള്ള വൈദികരെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നതാണ് അവരുടെ പക്ഷം. വലിയ പ്രതിഷേധമുയരുന്നു. സംഘർഷ സമാനമായ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. പോലീസ് സാഹചര്യം രമ്യതയിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്.